ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ഫ്രൈഡ് റൈസാണ് തയ്യാറാക്കുന്നത്. മിക്സഡ് ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം, കിച്ചണിലേക്ക് പോവാം. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഫ്രൈഡ് റൈസ്. അതിന് വേണ്ടുന്നത് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ റൈസ് എത്രയാണോ കുക്ക് ചെയ്യുന്നത് അതനുസരിച്ചുള്ള സോൾട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 സ്പൂണ് സോൾട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ, 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. കുറച്ചേറെ വെള്ളം വയ്ക്കണം കേട്ടോ, കുറച്ച് വെള്ളമല്ല, ഇച്ചിരി ഏറെ വെള്ളം വയ്ക്കണം. ആ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ, നമുക്കത് അടച്ചു വയ്ക്കാം. ഇനി ഒരു 15-20 മിനിറ്റോളം കുതിർത്ത് വെച്ച ബസുമതി റൈസാണ് ഞാനിവിടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് ഒരു 20 മിനിറ്റോളം കുതിർന്നതിന് ശേഷം ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം വാർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ചൂടായി കഴിയുമ്പോൾ ആ റൈസ് ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ്. നമ്മൾ ഇത്തിരി നേരം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. കുതിർത്ത് വെച്ച അരി ഞാൻ അങ്ങോട്ട് തട്ടിയിട്ടിട്ടുണ്ട്. അരമണിക്കൂറോളം സോക്ക് ചെയ്തു. 20 മിനിറ്റല്ല, ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വാർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റൈസ് കുക്ക് ചെയ്യുമ്പോൾ അതിനടുത്ത് നിന്ന് നമ്മൾ മാറാനേ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇത്ര അരമണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്. അത് പെട്ടെന്ന് വേകും. ഈ അരിയുടെ വേഗിലിരിക്കുകയാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഒരു കുക്കിങ്. റൈസ് നന്നായിട്ട് റെഡി ആയില്ലെങ്കിൽ ഫ്രൈഡ് റൈസ് റെഡി ആവത്തില്ല. അതുകൊണ്ട് റൈസ് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ മാറാൻ പാടില്ല. ഇങ്ങനെ നോക്കണം ഇടയ്ക്കിടയ്ക്ക്. ഒരു 3/4 ഭാഗം കുക്കാകുമ്പോൾ തന്നെ നമ്മളത് എടുക്കണം. വാർത്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഫാനിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് പ്ലേറ്റിനകത്ത് നിരത്തി വെച്ച് തണുപ്പിച്ചെടുക്കണം. ആ ചൂടോടെ അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ അതങ്ങ് വെന്ത് അടിയിലുള്ള റൈസൊക്കെ അങ്ങ് ഒരുമാതിരി വെന്ത് പോവും. അതിനാണ് നമ്മളത് വാർത്തതിന് ശേഷം 1 മിനിറ്റ് അവിടെ വെച്ചിട്ട് വെള്ളം മൊത്തം വാർന്നു പോയതിന് ശേഷം നമ്മൾ ഫാനിന് കീഴിൽ വലിയ പ്ലേറ്റിനകത്തോട്ട് നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് അതങ്ങ് റെഡിയായി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മളത് കുക്ക് ചെയ്യണം. റൈസ് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് റെഡി അപ്പോഴാകുമ്പോൾ പിന്നെ ഒട്ടത്തതുമില്ല, ഒന്നുമില്ല, നല്ല ഇതായിട്ടിരിക്കും. ഇത് അന്നേരം തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ കൂടെ നിന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കണം. നമ്മൾ ഒരു 3/4 ഭാഗം വേകണം. നമ്മൾ വാർത്ത് വെച്ചിട്ടുണ്ട്. ഫാനിൻ്റെ കീഴിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന 1 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഒന്ന് എടുക്കാം നമുക്ക്. അതിലേക്ക് അതൊന്ന് വെന്ത് ഒന്ന് റെഡിയായി വരട്ടെ. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ സോൾട്ടും കുറച്ച് പെപ്പറും ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെപ്പറും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതെല്ലാം നല്ലപോലെ വേകട്ടെ. നന്നായിട്ടത് പൊടിച്ചെടുക്കുക നമുക്ക്. എപ്പോഴും നമ്മൾ ഇത്തിരി വലിയ പാത്രത്തിൽ വേണം ഫ്രൈഡ് റൈസ് തയ്യാറാക്കണം. കാരണം അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പുറത്തൊന്നും പോകാതിരിക്കാൻ ഇത്തിരി വലിയൊരു പാത്രം തന്നെ നമ്മൾ എടുക്കണം. ഞാൻ വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്നതെല്ലാം അതിലേക്ക് നമുക്ക് തട്ടിയിടാം.
ഇനി അടുത്തത് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് നമ്മൾ അതിലേക്ക് സോസേജാണ്, അത് ഞാൻ സോൾട്ടും പെപ്പറും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒരു മൂന്നെണ്ണമേ എടുത്തിട്ടുള്ളൂ. 3 സോസേജ് എടുത്തിട്ട് ഞാനത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതിൽ ലെമൺ ജ്യൂസും അതേപോലെ അത് ഹോട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതിലേക്ക് അധികം ഒന്നും നമ്മൾ മസാലയെല്ലാം അതിൽ മിക്സഡ് ആയതുകൊണ്ട് അധികം മസാല ഒന്നും ചേർക്കേണ്ട. ലേശം ഒരു സോൾട്ടും നാരങ്ങനീരും ചേർത്തു. അതിൻ്റെ കൂടെ ലേശം പെപ്പറും കൂടെ ചേർത്തിട്ടാണ് പുരട്ടി വെച്ചിരുന്നു. അത് ഞാൻ ഈ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ സോസേജാണ്. അതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റി കൊടുക്കാം. കോരി എല്ലാം നമ്മൾ ആ പാനിലേക്ക് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിലാണ് നമ്മൾ റൈസ് മിക്സ് ചെയ്യുന്നതിനുള്ള വലിയ പാത്രത്തിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അതിനകത്തോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. വേറെ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റേണ്ട കാര്യമില്ല. ഇനി അതിലേക്ക് നമ്മൾ കൊഞ്ച്, അതാണ് അതിലേക്ക് നാരങ്ങ നീരും അല്പം സോൾട്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പാക്കറ്റ് വാങ്ങിക്കുന്നതാണ്, അതുകൊണ്ട് അധികം വേഗമൊന്നും ഉണ്ടാവില്ല. ഇതിന് ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടുമെന്ന്. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാം ഒന്ന് റെഡിയായി വരട്ടെ. എന്നിട്ട് നമുക്കതും കോരി മാറ്റാം. അതിലേക്ക് ഇനി കുറച്ച് ചിക്കൻ പീസ്, അത് ഞാൻ സോൾട്ടും പെപ്പറും ടെർമറിക് പൗഡറും കൂടെ ചേർത്തിട്ട് കുക്കറിനകത്തിട്ട് ഒരു വിസിൽ വരുത്തിയതിന് ശേഷം അതിൻ്റെ എല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം തണുത്തതിന് ശേഷം ഞാൻ അതെല്ലാം അതിൻ്റെ ബോണെല്ലാം മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അതൊന്ന് നമുക്ക് ഈ ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. നല്ലതായിട്ട് ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ സ്പ്രിങ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഇഞ്ചിയുടെ പച്ച ചുവയൊന്ന് മാറി വരട്ടെ. അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. പിന്നീട് അതിലേക്ക് മിക്സഡ് വെജിറ്റബിൾസ്, അത് പാക്കറ്റ് വാങ്ങിയതാണ്. അതിനകത്ത് നമുക്ക് ഗ്രീൻ പീസ് ഉണ്ട്, അതേപോലെ ക്യാരറ്റ് ഉണ്ട്, കുറേ ഐറ്റംസ് വെജിറ്റബിൾസ് ഉണ്ട് അതിനകത്ത്. ബീൻസ്, പിന്നെന്തായിരുന്നു, കോൺ, ഇതെല്ലാം ഉണ്ട് അതിൽ. അതെല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ റെഡ് പാർട്ട് ഒരു ലേശം ഇട്ടിട്ടുള്ളൂ ക്യാപ്സിക്കം. പിന്നെ വൈറ്റ് കളറ് ക്യാബേജിൻ്റെ ഒരു ചെറിയ പീസും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ പച്ച ചുവയൊന്ന് മാറുമ്പം അതിലേക്ക് നമുക്ക് സോൾട്ട്, ചില്ലി സോസാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സോൾട്ട് അതിലിട്ടിട്ട് നമുക്കിടാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. നമ്മളിപ്പം ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ കൊഞ്ച്, അതുപോലെ സോസേജ്, ചിക്കന്
എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് എല്ലായിടും ഒന്നാവട്ടെ. അതിലേക്ക് നമുക്ക് നന്നായിട്ട് ഈ മിക്സിങ് ആണ് ഇത്. കൈ ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടാവും, എന്നാലും വേണ്ടിയില്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ. അതിലേക്ക് ഒരു അര സ്പൂൺ പെപ്പർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പെപ്പർ പൗഡർ, ക്രഷ് ചെയ്ത പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വൈറ്റ് കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് പെപ്പർ ആഡ് ചെയ്യാം കേട്ടോ. വൈറ്റ് പെപ്പർ കിട്ടുമല്ലോ, അതിൻ്റെ പൊടി ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു ലേശം സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ടേസ്റ്റ് നോക്കണം, സോൾട്ട് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം. ഇല്ലെങ്കിൽ നമ്മളത് ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ഷുഗറും സോൾട്ടും അതുപോലെ സോസ് ഒഴിച്ച് കൊടുത്തതും എല്ലാം കൂടെ നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നോക്കൂ, ഓരോ ചോറായിട്ട് കിടക്കുന്ന കണ്ടോ, അതാണ് നമ്മൾ തണുപ്പിച്ചെടുത്തത്. എല്ലാം കൂടെ ഒരുമിച്ച് റൈസ് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കാൻ നിൽക്കരുത്. കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് എല്ലാം ആ പിന്നെ മസാലയും ആ എല്ലാ ഐറ്റംസും നമ്മൾ എല്ലാ റൈസിലും ഒരുപോലെ വറ്റണം. അതിനാണ് കുറേശ്ശെ റൈസ് ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് എല്ലാം ഒരു മണി റൈസ് പോലും കളർ വ്യത്യാസം വരരുത്. വൈറ്റ് കളർ ആവാൻ പാടില്ല. അങ്ങനെ വൈറ്റ് കളറായി കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ശരിയായിട്ടില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ റൈസ് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നല്ല മണി പോലെ കിടക്കുന്ന കണ്ടില്ലേ, നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് കിടക്കുന്ന വെന്തില്ല എന്ന് കരുതണ്ട, നന്നായിട്ടത് വെന്തിട്ടുണ്ട്. എങ്കിലും നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് റൈസ്. അത് തണുപ്പിച്ചെടുത്തത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് കിട്ടുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് കുറച്ചേ ഉള്ളൂ, അതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി കൈക്ക് നന്നായിട്ട് വേദനയുണ്ട് കേട്ടോ. അത് സാരമില്ല, നമ്മുടെ മക്കൾക്കും ഹസ്ബൻഡിനെയൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ കുക്ക് ചെയ്യുന്നത്. നമ്മൾ പുറത്ത് പോയി ഇത്രയും ഫ്രൈഡ് റൈസ് നമ്മൾ പുറത്ത് ഒന്ന് വാങ്ങിയാൽ എത്ര റിയാൽ കൊടുക്കണമെന്നറിയാം. നമ്മൾ 1.5 ഗ്ലാസ് അരി ഇട്ട് വെച്ചാണ് ഇപ്പോൾ അതാ പാൻ നിറച്ചായിട്ടുണ്ട്. ഇനി എല്ലാം മിക്സ് ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ.